ഹലോ, നമ്മളൊരു അടിപൊളി ഫ്രിഡ്ജ് ബോണ്ട് ഉണ്ടാക്കിയായിരുന്നു അല്ലേ? അതിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കരുതി ആ ഒരു പോണ്ടിൻ്റെ ഡെവലപ്മെൻറ്റ് കാണിച്ചുകൊണ്ടുള്ള ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ എങ്ങനെയാണ് ആ പോണ്ട് ഇരിക്കുന്നതെന്ന് വരെയുള്ള വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നേരത്തെ നമ്മൾ പോണ്ട് ഉണ്ടാക്കിയത് ഒരു തരിശു ഭൂമിയിലായിരുന്നു. ആദ്യം തന്നെ ഫ്രിഡ്ജാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഫ്രിഡ്ജിൽ എങ്ങനെയാണ് പ്ലാന്റ്സ് നടുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. എങ്ങനെയാണ് നമ്മൾ കുളത്തിനകത്ത് ചെടികൾ നടുന്നതെന്നുള്ളത്. പിന്നീട് അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും മറ്റ് കാര്യങ്ങളും 2 പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. വളരെ ഭംഗിയുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്കുകളെല്ലാം ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനൊരു ആംബിയൻസിലായിരുന്നു മറ്റേ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്നും മുന്നോട്ടുള്ള ഡെവലപ്മെൻറ്റ് വീഡിയോ നമുക്കൊന്ന് കാണാം. ഫ്രിഡ്ജ് പോണ്ടിൻ്റെ 3 സൈഡിലായിട്ട് നമ്മൾ മണ്ണും തൊണ്ടും ഒക്കെ വെച്ചിട്ട് പൊക്കി കൊടുത്ത് ഹില്ലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ തൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഇതിനകത്തും ഞാൻ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നടന്നു പോകാൻ വേണ്ടിയിട്ടൊരു നടപ്പാത എന്നുള്ള രീതിയിൽ കല്ല് പാകി കൊടുത്തിരുന്നു. അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നീട് എന്തായി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെയധികം പഴക്കം ചെന്ന ഒരുപാട് ക്ലിപ്സ് ചേർത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 7-8 മാസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോണ്ട് ഉണ്ടാക്കിയ ആദ്യത്തെ ഒരു മാസം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയി. പിന്നീടുള്ള 3 മാസക്കാലം ടർട്ടിൽ വൈൻ്റെ ഗ്രോത്ത് ആയിരുന്നു നമുക്ക് കൺകുളിർക്കെ കാണേണ്ടതായിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടും വളരെ തഴച്ചും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ടർട്ടിൽ വൈൻ നന്നായിട്ട് വളരാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ 10 മണികളായിരുന്നു നട്ടുവെടുത്തിരുന്നത്. അതും നല്ല രീതിക്ക് തന്നെ തഴച്ചു തുടങ്ങിയിരുന്നു. എല്ലാ കളേഴ്സും ഇതുപോലെ ഇങ്ങനെ നിന്ന് കിളികളും മീനുകളും പൂമ്പാറ്റകളും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി മനം കവരുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു ആ ഒരു ഫ്രിഡ്ജ് പോണ്ട്. പിന്നെ ഫ്രിഡ്ജിലെ വെള്ളം ഇതുപോലെ തന്നെ തെളിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ട് ഒരു സുഖക്കേട് തോന്നിയിട്ട് കുറച്ച് അസോളയും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു. കുളത്തിൽ വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അസോളയും കൂടെ അതിൻ്റെ ഒപ്പം തന്നെ വളരാൻ തുടങ്ങി. പിന്നെ നല്ല വെയിലുള്ള സമയങ്ങളിലാണ് മീനുകൾ പെട്ടെന്ന് മുകളിലേക്ക് വരുന്നത്. വെയിൽ കായാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീനുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ് കാണാൻ. അപ്പോൾ 4-ാം മാസമാണ് ഇത്. അപ്പോൾ വളരെയധികം തിക്കായിട്ട് തന്നെ ആ ടർട്ടിൽ വൈൻസ് വളർന്നു. നമ്മൾ ആ നടന്നു പോകാൻ വെച്ചിരുന്ന കല്ല് കാണാത്ത രീതിയിൽ ആ ടർട്ടിൽ വൈൻസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ തുടങ്ങി. ശരിക്കും ഒരു വനത്തിലെത്തിയ ഫീലായിരുന്നു. നല്ല തിക്കായിട്ട് നല്ല ഗ്രീനിഷ് ആയിട്ടാണ് ടർട്ടിൽ വൈൻ കാണാനിടയായത്. ഈ ടർട്ടിൽ വൈൻ്റെ വളർച്ചയ്ക്കായിട്ട് കൂടുതലായിട്ട് ഒന്നും അധികം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതുപോലൊരു തുറന്ന കുളത്തിൽ സൈഡിൽ ഇതുപോലെ ടർട്ടിൽ വൈൻസ് നട്ട് കൊടുക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ഭീഷണി ഉണ്ടായിരുന്നു. അത് വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ ഒരു 2 മാസവും കൂടെ കഴിഞ്ഞപ്പോഴേക്കും അസോള കവർ ചെയ്തു പോയി. ആ ഒരു വെള്ളം കാണാൻ പറ്റാത്ത രീതിയിൽ അസോള നല്ല തിക്കായിട്ട് വളരാൻ തുടങ്ങി. അതിനുശേഷം മീനുകൾ പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. കാരണം ലോക്ക് ചെയ്താണ് അസോള ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതും പോരാഞ്ഞ് ഒരു തവളയും കൂടെ ആ കുളത്തിനകത്ത് കയറി പറ്റി. തവളയെന്ന് പറയുന്നതിന് നിങ്ങൾ ഒരുപാട് പേടിക്കണം. കുളമുള്ളവർ കുളത്തിലെ മീനുകളെ മൊത്തം തിന്നും. നമുക്ക് കണ്ടു കിട്ടാനാവാത്തത്ര തിന്നും. പക്ഷെ അസോള ഈ മഴയുള്ള സമയങ്ങളിലും വെള്ളം ഡയറക്റ്റായിട്ട് മീനുകളുടെ പുറത്ത് വീഴാതിരിക്കാൻ സഹായകമാണ്. ഓവറായി പോവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ ദൂഷ്യവശങ്ങളൊന്നുമില്ല. അടുത്ത പ്ലാന്റ് പെന്നിവേർട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണല്ലേ. അപ്പോൾ നമ്മൾ പെന്നിവേർട്ട് പോട്ടിൽ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വാടി പോകുന്നുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് വെള്ളമായിട്ട് ആകർഷിക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ കുളത്തിൽ നടുന്നുണ്ട്. പക്ഷെ പെന്നിവേർട്ടിന് കുളത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നിറച്ച് റണ്ണേഴ്സ് ഉണ്ടാവും. റണ്ണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ട് അവർ കുളം മൊത്തം കവർ ചെയ്യും. പക്ഷേ അതോടുകൂടി നമ്മുടെ ഈ പ്ലാന്റ് അതിനകത്ത് വളരുന്ന മീനുകളും എല്ലാം അവരുടെ വാസസ്ഥലം മൊത്തം അങ്ങ് തടസ്സപ്പെടും. അതോടുകൂടി അവിടുത്തെ ഓക്സിജൻ്റെ ലെവലിൽ വളരെയധികം കുറവ് വരും. അങ്ങനെ ഈ ഒരു പ്ലാന്റും നമുക്ക് പ്രശ്നക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെ എടുത്ത് കളയാനുള്ള ശ്രമം നടത്തി. പിന്നെ ഉള്ളത് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടൊരു പ്ലാന്റാണ് ജപ്പോണിക്ക എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള പൂവാണ്. ആമ്പല് പോലെ നമുക്ക് എല്ലാവർക്കും വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണത്. വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും. പെട്ടെന്ന് പൂക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു തവളയുടെ തന്നെ കേസാണ്. തവള പോയിട്ടുണ്ടായിരുന്നില്ല. തവളയെ ഒരുപാട് തപ്പി പക്ഷെ കിട്ടിയില്ല. അത് ശരിക്കും കുളത്തിനകത്ത് തന്നെ കിടക്കാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് കുളം വറ്റിക്കേണ്ടി വന്നു. നോക്കിയപ്പോൾ മീനുകളൊന്നും കാണാനില്ലായിരുന്നു. അങ്ങനെ അവസാനം കുളം വറ്റിച്ച് നോക്കി. വളരെ കുറച്ച് മാത്രം മീനുകളെ കിട്ടി. ശരിക്കും മീനുണ്ടായിരുന്നു.
അപ്പോൾ വളരെ കുറച്ച് മീനുകളെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ, ബാക്കി മൊത്തം ആ തവള പിടിച്ചിട്ട് തിന്നു. ഞാൻ കുളം ഉണ്ടാക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ കമൻറ്റ് സെക്ഷനിൽ മെയിനായിട്ട് വരുന്നൊരു ചോദ്യമായിരുന്നു തവള കയറില്ലേ എന്ന്. അന്നൊക്കെ ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞിരുന്നു ഇല്ല ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ ഒരെണ്ണം കയറി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പിടിക്കാൻ പാടുപെട്ടു. എന്തോ ആയാലും അത് പോയതിന് ശേഷം പിന്നീട് അതിനകത്ത് ഞാൻ മീനുകളെ ഒന്നും ഇടാൻ പോയില്ല. ഇപ്പോഴത്തെ സ്റ്റേജാണ് ഈ കാണുന്നത്. വീടിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു, ഞാൻ ഉടനെ തന്നെ അത് ഇടാം. ഇപ്പോൾ ഞാൻ ഫോണിൽ നമ്മുടെ ഈ ഏറ്റവും ഭംഗിയുള്ള വളരെ പെട്ടെന്ന് വളരുകയും ചെയ്യുന്ന ഈ ഒരു വാട്ടർ ക്യാബേജാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ വാട്ടർ ക്യാബേജ് എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരിക്കലും വാട്ടർ ക്യാബേജിന് ഓവറായിട്ട് അതിൻ്റെ റൂട്ട്സ് വളരാൻ അനുവദിക്കരുത്. നമ്മൾ പ്രൂൺ ചെയ്യണം. ആ റൂട്ട്സ് നമ്മൾ ഇതുപോലെ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ടേക്കുന്ന പ്ലാന്റ്സാണ്. അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ് ഈ ഒരു വാട്ടർ ബാമ്പു. നല്ല ഭംഗിയാണ്, നല്ല എവർഗ്രീനാണ്, വളരെയധികം തഴച്ച് വളരുകയും ചെയ്യും വെള്ളത്തിനകത്ത്. നമ്മൾ സാധാരണ മുളയുടെ അതേ ടെക്സ്ചർ തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള പാരറ്റ് ഫെതേഴ്സ് ഉണ്ട്. ഇതെല്ലാം വളർത്താൻ പറ്റിയ ചെടികൾ തന്നെയാണ്. ഇപ്പോഴും അസോള കിടപ്പുണ്ട്. മീനുകളില്ലാത്തതുകൊണ്ട് ഞാൻ അധികം കെയർ ചെയ്യുന്നില്ല ഇപ്പോൾ ഈ പോണ്ടുമായിട്ട്. പിന്നെ അടുത്തൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മുടെ അസോളയോ മറ്റെന്ത് ബ്ലാഡർ പ്ലാന്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലൊരു ഫിഷ് ഫീഡർ റിങ് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ വാങ്ങിയതല്ല, നമ്മുടെ ഈ പെയിൻറ്റ് ബക്കറ്റിൻ്റെയൊക്കെ അറ്റ ഭാഗമില്ലേ അത് കട്ട് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വെള്ളത്തിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് കിടക്കുന്ന ഭാഗത്തേക്ക് പ്ലാന്റ്സ് ഒന്നും വളർന്ന് കയറത്തില്ല. അപ്പോൾ എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ ഈ ഒരു 8 മാസം കൊണ്ട് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഗാർഡൻ മേക്കിംഗ് വീഡിയോസ് ഇനി ഒരുപാട് വരാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. വീണ്ടും കാണാം. ബൈ ബൈ.